ഒരാഗ്രഹം ആഗ്രഹിക്കുക, ഇച്ഛാശക്തി, അങ്ങനെ ഇച്ഛനെ പറഞ്ഞ് എന്തും സംഭവിക്കും. ഒരാഗ്രഹം ഉണ്ടായാൽ ഈ ആഗ്രഹമാണ് പരിണമിച്ച സംഭവമായിട്ട് പരിണമിക്കുന്നത്. അതായത് കാപ്പി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു, കാപ്പി ഉണ്ടാവുന്നത് എന്തിനോ ആ ചിന്താതരകെന്നുണ്ടാവും ഈ ആഗ്രഹം ജയിച്ചല്ലോ ഇല്ല. അപ്പൊ രണ്ട് തരത്തിൽ ഈ ചിന്താതരകം നശിക്കും. ഒന്നുകിൽ നമുക്ക് ആഗ്രഹം സാധിക്കണം, ഇല്ലെങ്കിൽ സാധിക്കില്ലെന്ന് ബോധ്യമാണ്. മരിക്കുന്ന മുഹൂർത്തത്തിൽ ഈശ്വരനെ പറ്റി ഇതെല്ലാം ഈശ്വരത്തി പലപ്പോഴും മനുഷ്യൻ ഈശ്വരനാമം ജപിക്കില്ല. അപ്പൊ അവന് അതിനെ പറ്റി ചിന്തിക്കാം, താൻ ജീവിച്ചത് സാഹചര്യവുമായി ബന്ധപ്പെട്ട ആളുകളെ പറ്റി, സ്വത്തിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ആശ അറ്റാച്ച്മെന്റോട് നിൽക്കും. മനസ്സിലായോ? ആ നിൽക്കുന്ന അറ്റാച്ച്മെന്റ് തന്നെയാണ് ഈ പ്രേമം അറിയുന്നത് പറയുന്നത്. ഒന്നുമല്ല, ആശയമാണ് എനർജി. ആ ആഗ്രഹം ഇച്ഛാശക്തിയാണ്, ആശയാണ് പുനർജനിക്കുന്നത് എന്ന് ഗീതയിൽ പറയുന്നത്. ആ ആശ സാധിക്കണം, പുനർജനിക്കും. മനസ്സിലായോ? സമാനമായ ഒരു ജൈവസ്ഥിതി ശ്വാസിക്കും ഈ ആശ സാധിക്കും. അത്രയും ആത്മാവൊക്കെ ആത്മാവ് ഈ പരമാത്മാവും ആത്മാവ് ഒന്നാണ്. ഏതെന്ന് വ്യക്തമായിട്ട് പറയുന്നത് ഘടാകാശം മഹാകാശം എന്ന് പറയും. ഈ ശരീരത്തിലുള്ള ആത്മാവിനെ കുടത്തെ ശരീരം സങ്കല്പിച്ചിരിക്കുന്നു. കുടം പൊട്ടിയാൽ കുടത്തിനകത്ത് ചൈതന്യമുണ്ട്, പ്രപഞ്ചചൈതന്യമാണ്, വായുണ്ട്, ആകാശമുണ്ട്. ഈ കുടം പൊട്ടിയാൽ അങ്ങോട്ടാ പോവാം, അവിടെ പോയി മാത്രമേ ഉള്ളൂ. തന്ത്രം അദ്വൈതമാണ് വിശ്വസിക്കണം. തന്ത്രം അദ്വൈതമാണ് വിശ്വസിക്കണമെന്നില്ല, അദ്വൈതമാണ്. തന്ത്രത്തിന് കാഴ്ചപ്പാടാണ്, പിന്നെ അദ്വൈതമാണ്. വേദാന്തിക്ക് അദ്വൈതം പറ്റില്ല. അതാ രസം. ഇതിന് അദ്വൈതം പറ്റി പരമേശ്വരം പറഞ്ഞു അദ്വൈതം പറ്റില്ല. ശങ്കരാചാര്യൻ അദ്വൈതം പറഞ്ഞത് താന്ത്രികനായതുകൊണ്ടാണ്, ശൈത്യവാസനായതുകൊണ്ടാണ്. കാരണം ഒരു സിറ്റുവേഷൻ അദ്വൈതം വളരെ പവിത്രം, വളരെ പെർഫെക്റ്റ് ആണ്. കാരണം എന്താ, എന്റെ ഉള്ളിലുള്ള ചൈതന്യവും പ്രപഞ്ചം മുഴുവൻ ഒന്നാണെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഒന്നാണ്. ചൈതന്യം ഒഴിക്കാറുണ്ട്. ഇതിന്റെ വ്യത്യാസം, ഈ ശരീരം വ്യത്യസ്തമാണ്, ഇതിന് ചൈതന്യം എന്താണ് എന്നാണ്. നീ ചോദിച്ചത് നീ മാറ്റി ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഈ ദേവതമാരെ കുറിച്ച് പറഞ്ഞല്ലോ, 56 33 ദേവത ആരാധിക്കണം. എന്തിനാണ് ഈ 33 കോടി ദേവത ആരാധിക്കണം? ഇയാള് മാത്രം ആരാധിച്ചാ പോലെ പോയി കഴിഞ്ഞാൽ ബലം കിട്ടും. ഇപ്പൊ ലക്ഷ്മി ആരാധിച്ചാൽ പൈസ വരും, സരസ്വതി ആരാധിച്ചാൽ പഠിപ്പ് കിട്ടും. പക്ഷെ എല്ലാം നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിനെ ആരാധിച്ചാൽ എല്ലാം കിട്ടില്ലേ? കിട്ടും. അത് ശരിയാണ്. പക്ഷെ പ്രശ്നം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഗൃഹസ്ഥന്മാരായ നമ്മുടെ ബോധമണ്ഡലം വളരെ ലോകനിലനിൽക്കുന്നതാണ്. അത് കിട്ടും, ഒരു കാര്യമില്ല. കറണ്ട് കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സാധാരണക്കാർ. എഞ്ചിനീയറിംഗ് കറണ്ടിലാണ് നോക്കും. ഒരു എഞ്ചിനീയറിന് കറണ്ട് കിട്ടി, അതെന്ത് ചെയ്യും? അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കാരണം അയാൾക്കത് ഒരു ഉപകരണമാക്കി മാറ്റി ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ മുത്തശ്ശിക്ക് ഈ കറണ്ട് കിട്ടി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇതേപോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിയില്ല, മനസ്സിലാക്കില്ല. സാധാരണക്കാർ അവന് ആ ഈശ്വര കാര്യമില്ല, എല്ലാം ഉണ്ടല്ലോ. അസുഖത്തെ പറ്റി ജീവിതം. അതുകൊണ്ട് ഋഷീശ്വരനോട് ടെക്നിക്ക് ഉണ്ടാക്കി തന്ത്രം ആ ടെക്നിക്കാണ്. സാധാരണക്കാരാളുകൾക്ക് ആ ഈശ്വരനെ ഉപയോഗിക്കണം. അതിൻ്റെ ആവശ്യത്തിൽ എല്ലാം വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് 10 കോടി രൂപയുടെ എനിക്ക് കാര്യമൊന്നുമില്ല, എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്ത തട്ടിക്കൊണ്ടു അതായത് 10 രൂപ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അടുത്ത ഒന്നോ 10 കോടി രൂപ 10 രൂപയുടെ എനിക്ക് കാര്യമില്ല. സാധാരണക്കാരന് ഇതേപോലെ ആൾക്ക് ഇത്തിരി വലിയ കാര്യമൊന്നുമില്ല. ഗൃഹസ്ഥന്മാർക്ക് അവർക്ക് ജീവിതം മുൻപോട്ട് പോകണം, ഇതിൽ വേണം. അപ്പം അതെന്ത് ചെയ്യണം? മുഴുവൻ ഈശ്വരൻ വേണ്ട, ആ ഗുണത്തെ മാത്രം. ഇതിന് ഋഷീശ്വരൻ ടെക്നിക്ക് ഉണ്ടാകും. മനസ്സിലായോ? ആ ടെക്നിക്കിനാണ് തന്ത്രം എന്ന് പറയുന്നത്. തന്ത്രത്തിനകത്ത് ദേവത ആരാധനയുള്ളൂ, ഈശ്വരൻ ആരാധിക്കുന്നില്ല. അപ്പം ഈശ്വരൻ ആരാധിക്കാൻ പറ്റില്ല. പിന്നെ ബോധം ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈശ്വരൻ സംശീകരിക്കാം.
ഈശ്വരനെ ആരാധിക്കാൻ പറ്റില്ല. തന്ത്രം പറയുന്നത് ശരിയാണ്. ഈശ്വരൻ ആരാധിക്കാൻ പറ്റില്ല. ഈശ്വരൻ ആരാധിക്കാനുള്ള ആരാധന എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. ഇറ്റ്സ് എ ടെക്നിക്. ഈ ടെക്നിക്കകത്ത് നിങ്ങൾക്ക് ഈശ്വര സ്വാംശീകരിക്കാം. ഈശ്വരൻ ഉയരാം. പക്ഷെ ഈശ്വരൻ ആരാധിക്കാൻ ഈശ്വരൻ എന്ന് പറയുന്നതുകൊണ്ട് ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലായിടത്തും നിലനിൽക്കുന്ന ചെയ്യുന്നത്. അതുകൊണ്ട് ഈശ്വരനാണ് ഈശ്വര മതി. പക്ഷെ എന്താ പക്ഷേ സാധാരണക്കാരാണ് ഈ പറഞ്ഞ തിയറി ബുദ്ധിയോടാണ് പ്രയോഗത്തിൽ എത്താൻ പറ്റില്ല. ബുദ്ധിയോട് നിൽക്കാം ഇതൊക്കെ ശരി, ഈശ്വരനെ ആരാധിക്കാൻ മതി. പക്ഷെ അതൊരു സാധാരണക്കാരന് അത് കിട്ടിയൊരു കാര്യം ചെയ്യണം, ഒരു കാര്യമില്ല. ആ ജീവിതം മുന്നോട്ട് പോലെ ആദ്യം എപ്പോഴാണ് വേണ്ടത്? വിവേകാനന്ദ പറഞ്ഞ പോലെ വിശക്കുന്നവരോട് എന്താ വേണ്ടത്? അവൻ ആഹാരം കൊടുക്കണം, വിഷമൊന്നും വേണ്ട. ഇപ്പം സാധാരണക്കാരൻ ഭൗതിക പ്രശ്നങ്ങൾ ചെയ്യണം. എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. ജീവിതം വിജയിപ്പിക്കണ്ടേ? ഈശ്വരൻ്റെ പരാജയമാക്കണം. ജീവിതം പരാജയമാണെങ്കിലോ ഭൗതിക നമ്മൾ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു, ഈ പ്രപഞ്ച സത്യമാണ്, നാം ജീവിക്കുന്നത് സത്യം പോലെയുണ്ട്. ആ ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കണ്ടേ? ഇത് വിജയിപ്പിക്കണം താന്ത്രികമായ ദേവതാരാധന. അത് അദ്വൈതമാണ്. എന്താ കാരണം? ആ ആരാധന ആ ദേവത എവിടെ നിന്ന് വരുന്നു? ഈശ്വരൻ വരുന്നു. അപ്പം താന്ത്രികമായ ആരാധന ദ്വൈതമല്ല. സാധാരണ വേദാന്തികളുടെ ദ്വൈതമാണ് എന്ന് പറയും. പക്ഷെ സത്യത്തിൽ ദ്വൈതമല്ല, അദ്വൈതം തന്നെയാണ്. കാരണം സംഭവിക്കുന്ന നമ്മുടെ ഉള്ളിലെ ഗുണമാണ് സത്യത്തിൽ, അന്യമായ ഗുണമല്ല. ഈ ശുദ്ധിയെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ തന്ത്രത്തിനകത്താണ് ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ട് പുണ്യാഹ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ശുദ്ധി ദേഹശുദ്ധി എന്ന് പറയുന്ന ക്രിയ പഠിച്ചാൽ മനസ്സിലാവും. പൂജ ചെയ്യണമെങ്കിൽ ദേഹശുദ്ധി ചെയ്യണം. ദേഹശുദ്ധിയുടെ ക്രിയ കഴിഞ്ഞിട്ടാണ് പൂജ തുടങ്ങുന്നത്. ഈ ദേഹശുദ്ധിയുടെ ക്രിയ മനസ്സിലാക്കണമെങ്കിൽ ദേഹശുദ്ധി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് പേര് പറഞ്ഞ് അഭിവാദയേ നാമ അഹം അസ്മി ഭോ എന്നാണ് ആദ്യം തുടങ്ങുന്നത്. എന്ന് ഗുരുവിനെ അഭിവാദം ചെയ്യാം. അപ്പൊ എന്താ പറയുക? അഭിവാദയേ നാമ, എൻ്റെ പേര് വിശ്വനാഥ നാമ അഹം അസ്മി ഭോ എന്ന് പറഞ്ഞ് ഗുരുവിനെ നമസ്കരിക്കുക. അഹം എന്ന് പറയുന്നത് എന്താ? ഞാൻ. മനസ്സിലായല്ലോ? അവിടെ നിന്നാണ് ക്രിയ തുടങ്ങുന്നത്. അപ്പൊ ക്രിയ ഞാൻ എന്ന് പറയുന്ന ബോധത്തിൽ നിന്നുകൊണ്ടാണ് ക്രിയ തുടങ്ങുന്നത്. അവസാനിക്കുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ ഏത് പൂജയിൽ ആണെങ്കിലും ആ ദേവതയെ സങ്കല്പിച്ച് മന്ത്രം ജപിച്ച് അത് ക്രിയയില്ല, ആ ക്രിയ മുഴുവൻ കഴിഞ്ഞ് തന്നിലേക്ക് മാനസപൂജ ചെയ്യും. ഭഗവതിയെ പൂജിക്കുന്നതെങ്കിൽ ആ ക്രിയ 2-3 പ്രാണായാമം കഴിഞ്ഞിട്ട് അവസാനം ഭദ്രകാളി സങ്കല്പിച്ച് തന്നിലേക്ക് മാനസപൂജ ചെയ്യും. ആ ഭദ്രകാളിയുടെ മൂലമുകൾ ജപിച്ച് തന്നിലേക്ക് മാനസപൂജ അർത്ഥം എന്താ? താൻ ആരായിട്ട് ഉയർന്നു? ഈശ്വരൻ. ശിവം ഭൂത്വാ ശിവം ജയിക്കും. ശിവൻ ആരാധിക്കുന്നത് ശിവനായി തീർന്നിട്ടാണ് എന്നൊരു തിയറി. ഏത് ദേവത ആരാധിക്കുന്നു ആ ദേവത ആയിട്ടാണ് ആ ദേവത ആരാധിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ ദേഹശുദ്ധി ക്രിയയിൽ ഞാൻ എന്ന് പറയുന്ന ബോധത്തിൽ തുടങ്ങി ഈശ്വരനായിട്ട് ഉയരുന്നു, ദേവതയായിട്ട് ഉയരുന്നു. അപ്പോഴാണ് ശുദ്ധിയാവുന്നത്. അപ്പൊ ശുദ്ധിയാവുന്നത് പിന്നെ പൂജ തുടങ്ങാം. അപ്പൊ ശുദ്ധം എന്ന് പറയുന്ന അവസ്ഥ എന്താ? ഈശ്വരീയമായ അവസ്ഥയാണ് ശുദ്ധം എന്ന് പറയുന്നത്. ആ ഈശ്വരീയൻ താഴെ പതിക്കുന്നതെല്ലാം അശുദ്ധമാണ്. പൂർണ്ണമത പൂർണ്ണമിതം, പൂർണ്ണതയാണ് ഈശ്വരൻ. അപ്പൊ ഈശ്വരീയമായ അവസ്ഥയാണ് ശുദ്ധി എന്ന് പറയുന്നത്, ശുദ്ധം എന്ന് പറയുന്നത്. അതിന് താഴെ പതിച്ചാൽ താഴോട്ട് വന്നാൽ ഒക്കെ അശുദ്ധമാണ്. അപ്പൊ ശുദ്ധി, യഥാർത്ഥ ശുദ്ധി എന്ന് പറയുന്നത് ഈശ്വരീയമായ അവസ്ഥയാണ്. അശുദ്ധി എന്ന് പറഞ്ഞാൽ ഈശ്വരീയം താഴോട്ട് വേണ്ടിയിരിക്കുന്നത്. അപ്പം എന്താ അടുത്ത ചോദ്യം? അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യം, സ്ത്രീകൾക്ക് അശുദ്ധി വരില്ലേ, കൊല വന്ന അശുദ്ധി വരില്ലേ എന്നൊക്കെയാണ് ചോദ്യം. ഇവിടെ സാധാരണ രീതിയിൽ ശുദ്ധാശുദ്ധങ്ങളുടെ സങ്കല്പം തന്ത്രത്തിനുമില്ല, വേദത്തിനുമില്ല. കാരണം വേദത്തിനും തന്ത്രത്തിനും അശുദ്ധമായ അവസ്ഥയെ ഒരു കാലത്ത് അശുദ്ധീകരിക്കും, ശുദ്ധമില്ല.
സ്മൃതികളിലാണ് ഇത് വരുന്നത്.